പത്രപ്രവർത്തനെ വർഗീയവാദി എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. തെറ്റായ നിലപാടാണത്. അല്ല, അങ്ങനെ വിളിക്കുന്ന ആളുടെ ഉള്ളിൽ വർഗീയത ഉണ്ടോ? അങ്ങനെ മുസ്ലിമായ ഒരാളെ കാണുമ്പോൾ വർഗീയവാദി എന്ന് കാരണരഹിതമായി വിളിക്കാൻ ഒരാൾ തുനിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ വിശദീകരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളെല്ലാം ഉള്ളിലുള്ള വർഗീയതയെ പറ്റി ഞാനിപ്പോ ഇവിടെ എന്തിനാ വിശദീകരിക്കുന്നത്? ഓരോരോ ആളെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ? അങ്ങനെ വിശദീകരിച്ച് പാരമ്പര്യം പാർട്ടിക്ക് ഉണ്ടായിരുന്നു. വർഗീയമായ നിലപാടുകളോ വർഗീയമായ സമീപനങ്ങളോ വർഗീയമായ പദപ്രയോഗങ്ങളോ യഥാർത്ഥത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇത്രയും പറഞ്ഞാൽ തന്നെ വ്യക്തത അല്ലാതെ പിന്നെ വീണ്ടും വീണ്ടും ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ സുഹൃത്തെ? ശരി മാഷെ, ഇതിനകത്ത് CPI-യുടെയും CPIM-ന്റെയും വിശകലനങ്ങൾക്കകത്ത് വ്യത്യാസം കാണുന്നുണ്ടല്ലോ. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ കർക്കശമായ സമീപനം CPI സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കുന്നു. പേര് രണ്ടു പക്ഷെ ഒരേ മുന്നണിയിലെ കക്ഷികളാണ്, ഒരേ നയത്തിന്റെ അടിസ്ഥാനത്തിൽ പോകുന്ന മുന്നണിയിലെ കക്ഷികളാണ്. രണ്ട് പാർട്ടികൾക്ക് പാർട്ടിയുടേതായ നിലപാടുകളും സമീപനങ്ങളും ഉണ്ടാവും. അല്ലെന്താ പിന്നെ സംശയമുള്ളത്? അല്ല, ഒരേ പാർട്ടി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണോ ഞങ്ങൾ? രണ്ട് അല്ല. പക്ഷെ നിങ്ങൾ രണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ട് കക്ഷികളാണ്. ആ നിലയ്ക്ക് നിങ്ങൾക്ക് ഒരേ നയ സമീപനം ഉണ്ടാവുമല്ലോ. അതിൽ തന്നെ ഒരു പാർട്ടി വെള്ളാപ്പള്ളിയെ തള്ളിക്കളയുന്നു വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞുകൊണ്ട്, മറ്റൊരു പാർട്ടിക്ക് വെള്ളാപ്പള്ളിയുടെ പേര് പറയാൻ ഇപ്പോഴും അമാന്തം. ഈ വ്യത്യാസം ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കില്ലേ? ജനങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പമില്ല. നിങ്ങൾക്കുള്ള ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൻ്റെ അകത്ത് വന്നു ചേരുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കോ വേറെ സംശയങ്ങളൊന്നുമില്ല. അല്ല, ഈ ഇതിനകത്ത് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടാണ്. CPI CPM ചേർന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന രണ്ട് പാർട്ടികൾ എന്ന രീതിയിൽ രണ്ട് പാർട്ടികൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. യോജിക്കാവുന്ന തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോകുന്നത്. അതാണ് ലളിതമായ കാര്യം. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ പ്രശ്നമില്ല. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ പക്ഷേ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല അല്ലേ? എല്ലാ കാര്യത്തിലും നമുക്ക് യോജിപ്പാണ്. അല്ല, വെള്ളാപ്പള്ളിയെ ഞാൻ കാറിൽ കയറ്റില്ല എന്ന് ബിനോയ് വിശ്വം പറയുന്നു, ഞാൻ കയറ്റുമെന്ന് പിണറായി വിജയൻ പറയുന്നു. വെള്ളാപ്പള്ളി അല്ല പറഞ്ഞല്ലോ, പിണറായി പറഞ്ഞല്ലോ അതിന് മറുപടി അത് വ്യക്തിപരമായ ഓരോരുത്തരുടെയും താല്പര്യവും വ്യക്തിപരമായ നിലപാടുകളാണ്. അല്ലല്ലോ, പിണറായി വിജയൻ വ്യക്തിയല്ലല്ലോ. പിണറായി എന്ന് പറയുന്ന ഞാൻ ബിനോയ് വിശ്വൻ അല്ല എന്ന് പറഞ്ഞല്ലോ. അല്ലല്ലോ, പിണറായി വിജയൻ വ്യക്തി അല്ലല്ലോ. CPIM-ന്റെ PB അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമല്ലേ എന്ന് പറയുമ്പോൾ വ്യക്തിയല്ലാണ്ട് പിന്നെ വേറെ ഒരു ഇതാണോ? പിണറായി വിജയൻ കേവലമായ ഒരു വ്യക്തിയല്ല, അദ്ദേഹം CPIM-ന്റെ PB അംഗമാണ്. അദ്ദേഹം ഒരു വ്യക്തിയുമാണ്. അപ്പൊ PB അംഗമാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയുമാണ്, അദ്ദേഹം ഒരു വ്യക്തിയുമാണ്. അത് പിന്നെ അതെന്താ നിങ്ങൾ തള്ളിക്കളയുന്നു? ഞാൻ ചോദിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെള്ളാപ്പള്ളി പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർഗീയതയോട് എന്താണ് സമീപനം എന്ന് ചോദിച്ചാൽ CPI-ക്ക് ഒരു സമീപനം, CPIM-ന് ഒരു സമീപനം എന്ന വ്യത്യാസം വരുന്നു. അപ്പൊ നിങ്ങളുടെ പൊതുസമീപനം എന്താണ് എന്ന കാര്യത്തിൽ അതാ ഞാൻ ചോദിക്കുന്നത്. എന്താ വ്യത്യസ്ത സമീപനം പറയാ? വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയത, CPM-നും CPI-ക്കും തമ്മിലുള്ള വ്യത്യസ്ത സമീപനം എന്താണ് ആ കാര്യത്തിൽ? ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ സുഹൃത്തെ? വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെ പ്രേക്ഷകരിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്